നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. അനേക വിശുദ്ധന്മാർ വീണുപോകുന്നു, അനേക ജ്ഞാനികൾ വീണുപോകുന്നു. വീഴാതിരിക്കാൻ സൂക്ഷിക്കുന്നു. നമ്മൾ ആരും മിടുക്കന്മാരില്ല. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് പരിസരം പ്രാപിക്കുന്ന നമ്മളെ ഒരൊറ്റ വാക്കുകൊണ്ട് വിഷയം തള്ളിയിടാൻ സാധിക്കും. വേദപുസ്തകത്തിൽ ഗിദെയോൻ, പിന്നെ ശിംശോൻ, ഇവരൊക്കെ അന്നത്തെ വലിയ ന്യായാധിപന്മാരായിരുന്നു. അവരെയൊക്കെ പിശാച് തന്ത്രത്തിൽ വല വീശി വലയൊരുക്കി അതിനകത്ത് കൊണ്ടുവന്ന് അടിച്ചിട്ടു. ഈ നിൽക്കുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാനം പ്രാപിച്ച് അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ പിശാച് തന്ത്രവുമായിട്ട് വന്ന് വീണുപോയി. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുന്ന അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മൾ അതിന് ഒരു ആനുകൂല്യം കൊടുത്താൽ, ഉദാഹരണമായിട്ട് ഒരു വെള്ളത്തിൽ ഇങ്ങനെ പോവുക, അപ്പോൾ ഒരു ചെറിയ സുഷിരം, ഒരു ദ്വാരം വള്ളത്തിൽ, അവിടെ കൂടെ അല്പം വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വള്ളത്തിലുള്ളവർ പറയും സാരമില്ല, അല്പം വെള്ളമല്ലേ സാരം, നമുക്ക് കരയ്ക്കെത്തുന്നതിന് മുമ്പേ അത് ആ ദ്വാരം വലുതായി വെള്ളം അകത്ത് ധാരാളമായിട്ട് കയറി. അപ്പോഴും മിണ്ടുന്നില്ല. ഇപ്പൊ ഒരു പയ്യൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ വെള്ളം ഇപ്പൊ മുങ്ങും. ഒന്നും മിണ്ടാരിടെ, വെള്ളം ഒന്നും മുങ്ങത്തില്ല, കുറച്ച് വെള്ളം കയറിക്കോട്ടെ, സാരമില്ല. പെട്ടെന്ന് വെള്ളം അങ്ങ് പൊങ്ങി. വെള്ളത്തിന്റെ ഏതാണ്ട് മധ്യഭാഗം കഴിഞ്ഞപ്പോഴാണ് ഇവര് ഈ കോരാനുള്ള കോരുപാത്രം നോക്കുന്നത്. കോരുപാത്രം കാണുന്നില്ല, കൈ കൊണ്ടൊക്കെ, പക്ഷെ അതിനുമ്പ് വെള്ളത്തിനകത്തായി മുങ്ങിപ്പോകും. ഇന്ന് പല ആശാന്മാരും മുങ്ങിപ്പോകാനുള്ള കാരണം ഇതാണ്. ഞാനതിനെ വിശദീകരിച്ച് പറയുന്നില്ല. കാരണം പോകുന്ന വഴിക്ക് ഒരാളിങ്ങനെ നമ്മളെ കൊണ്ടൊരു കാര്യം പറയും, അത് മനസ്സിനൊക്കെ സന്തോഷം തോന്നി. പാപം, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ ഉള്ളിൽ പിശാച് കയറി. അവനിതാ താഴുവാൻ തുടങ്ങി. ഒരു ബിസിനസ് ചെയ്യാനോ ഒരു കൃത്രിമം കാണിക്കാനോ ഒക്കെ പിശാച് ചിലരിലൂടെ നമ്മെ ഉപദേശിക്കുമ്പോൾ നമ്മൾ അതിന് കൂട്ടുനിന്നാൽ നമ്മളാകുന്നതായ ബോട്ട് വെള്ളത്തിൽ മുങ്ങിത്താഴുവാൻ തക്കവണ്ണമില്ല. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും ദൈവാത്മാവ് ചിലരോട് ഇടപെടുക. കാര്യം നിസ്സാരമാണ്. ജടിക വിഷയങ്ങൾ പാടില്ലാത്തത് പാടില്ല തന്നെയാണ്. ദൈവമക്കളെ, അശുദ്ധമായതൊന്നും നിങ്ങൾ തുടരുത്. അശുദ്ധമായത് തൊട്ടാൽ അശുദ്ധന്റെ അവകാശി പിശാച് അവൻ അടുത്തു. നിങ്ങൾക്കറിയാമോ, മോശ കർത്താവിന്റെ വിശുദ്ധന, മോശ പ്രവാചകന. ദൈവം തെരഞ്ഞെടുത്ത് 10 ലക്ഷം പേരെ മരുഭൂമിയിൽ കൂടെ നടത്തുവാൻ വിനിയോഗിച്ചവൻ. ആമേൻ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ഒരുപാട്. തന്റെ വടിയെടുത്ത് നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി. പിന്നെ മരുഭൂമിയിൽ മന്ന വർഷിക്കാൻ പ്രാർത്ഥിച്ച് മന്ന വർഷിച്ചു കൊടുത്തു. മോശയെ എല്ലാവരും വലിയൊരു വിശുദ്ധനെന്ന ആ കാലഘട്ടത്തിൽ അവർ തീരുമാനിച്ചത്. മോശ ദൈവത്തോട് എന്ത് പറഞ്ഞാലും സാധിക്കും. പക്ഷെ അങ്ങനെയുള്ള മോശ ആമേൻ തന്റെ മരണത്തിൽ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ള യാത്രയെ പിശാച് തടുക്കുവാൻ കൊണ്ടുവിടുകയാണ്. ഹല്ലേലൂയ. മിഖായേൽ ഇറങ്ങി വന്ന് പറഞ്ഞു, നിന്നെ ദൈവം ശാസിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം വകുപ്പ് മോശയിൽ ചില അശുദ്ധി കിടക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ പേരുള്ള ആ ശാസന മുഖാന്തരം പിശാച് മാറി അവൻ ശുദ്ധീകരിക്കപ്പെടുവാൻ തുടങ്ങി. ദൈവമക്കളെ, അപ്പൊ മോശയുടെ സ്ഥിതി ഇതാണെങ്കിൽ നമ്മുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചു. നമ്മൾ പൂർണ്ണ ശുദ്ധി, അതിന് നമ്മളെ സഹായിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ. അപ്പൊ പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഒരു നിമിഷവും നമ്മളിന്ന് 3 ദിവസം ഉപവാസം ചെയ്യുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ വർദ്ധിക്കുവാൻ വേണ്ടി. ആത്മീയ വർധന വരണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കെതിരെ നാം ഒരു കൂടാരം പണിയാൻ പോവുക. കാണാൻ പാടില്ല, ആവശ്യമില്ലാത്ത കാഴ്ച കാണരുത്. ഇപ്പൊ നമ്മൾ പോകുമ്പോ പലതും കാണുന്നുണ്ട്, അത് പാപമല്ല. പക്ഷെ അതിനെ നോക്കി ആസ്വദിച്ചാൽ മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം. അത് നോക്കി പുരുഷനായാലും സ്ത്രീ ആയാലും കണ്ണുകൊണ്ട് പാപം ചെയ്തു നോക്കി ആസ്വദിച്ചാൽ അതിൻ്റെതായ ആ സന്തോഷം ഹൃദയത്തിൽ ലഭിച്ചാൽ ഹൃദയത്തിൽ പരിശുദ്ധം നിൽക്കത്തില്ല. കൺമോഹം, ആ പാപം മുഖാന്തരം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. കണ്ട് ആസ്വദിച്ച് ഉള്ളിൽ ആത്മാവിൽ കളങ്കമേറ്റു. ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഇരിക്കത്തില്ല. നോക്കരുത് എന്ന് പറഞ്ഞാൽ നോക്കരുത് തന്നെ. അതിനൊക്കെ ജയിക്കണം.
ജയിക്കുന്നവനാ കിരീടമുള്ളത്. പലരും ഈ പരീക്ഷ തോറ്റ് തൊപ്പിയടിച്ച് പിന്നെയും ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുക. പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കണം. കണ്ണ്, തൊക്ക്, മൂക്ക്, നാവ്, ആമേൻ, ചെവി. ആവശ്യമില്ലാത്ത പാട്ട് കേൾക്കാൻ. അപ്പൊ പിള്ളേരൊക്കെ ബസ്സിനകത്ത് പോകുമ്പോൾ 2 ഇയർഫോണും വെച്ചുകൊണ്ട് ചിങ്കടി പാട്ടുകളാണ് കേട്ടുകൊണ്ട് പോകുന്നത്. അശുദ്ധ പാട്ടുകൾ. ദൈവമക്കളെ, അത് ദൈവത്തിന്റെ ആത്മാവരുടെ ഈ പാട്ട് പാടില്ല, ഇതിനെ കളയണമെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പൊ ആ അശുദ്ധ ഗാനങ്ങൾ അതൊരു സാംക്രമിക രോഗം പോലെ ഇപ്പോ പെന്തക്കോസ്തുകാരുടെ ഇടയിലും പടർന്നു പിടിച്ചിട്ടുണ്ട്. പല പാട്ടുകളും പാപത്തിന്റെ പാട്ടുകൾ വരെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലജ്ജാവതിയെ, ശീലാവതി എന്നുള്ള പല പാട്ടുകളൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നത്. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ കേൾക്കുന്ന പാട്ട് എന്താണ്, അവർ വായിക്കുന്ന പുസ്തകം എന്താണ്, അവരുടേതായ ജീവിതാവസ്ഥ എന്താണ് എന്നുള്ളത് വ്യക്തമായി മാതാപിതാക്കൾ പരിശോധിക്കാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. കുട്ടി സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നതായ ഒരു പെൻസിൽ, താഴെ പെൻസിൽ ഇടാം, എവിടെ നിന്നെടുത്തു? എല്ലാവരും പറയും അതെൻ്റെ കൂട്ടുകാരൻ തന്നതാ. പിന്നെ കൂട്ടുകാരന് പെൻസിൽ ഫാക്ടറി അല്ലേ? ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നിർമ്മല ബോധമുണ്ട്. എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന അമ്മയെ ഞാൻ ഇത് ഒരു അവകാശിയായി, എനിക്കൊരു സ്വന്തമായിട്ട് പെൻസിൽ കിട്ടി എന്നൊക്കെ പറയും. മോഷ്ടിക്കുക. മാതാപിതാക്കൾ കൃത്യമായി അതിനെ വിരോധിച്ച് ഒരു നല്ലൊരു കൊച്ചടിയൊക്കെ കൊടുത്ത് അവനെ വളർത്തിയാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു മുതൽ കൂട്ടായിരിക്കും. അല്ലെങ്കിൽ മകൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ സെൻട്രിയില്ലാണെന്ന് പറയും. മോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ അവിടെ സെൻട്രിയില്ല. ദൈവമക്കളെ, പിശാച് അവൻ അലറുന്ന സിംഹം പോലെ ആര് വിഴുങ്ങേണ്ടെന്ന് ഊടാടി നടക്കുന്നു. അവന്റെ തന്ത്രങ്ങളെ ചെറുപ്രായത്തിലെ ബാലനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും മാറുകയില്ല. അപ്പൊ ബാലനെ നടക്കുന്ന വഴിയിൽ അഭ്യസിക്കുന്ന ബാല്യത്തിൽ അവനെ അഭ്യസിപ്പിക്കണം. മോനെ എവിടെ തുടരുത്. അപ്പൊ അവന്റെ ബുദ്ധിയിൽ ഓർമ്മയാണ് അത് പാടില്ലാത്ത കാര്യം. ഞാൻ കണ്ടിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ വഴി കിടന്ന സിഗരറ്റ് കുറ്റി ആരോ ഇട്ടുകൊണ്ട് എടുത്ത് വായി വെച്ച് വലിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. കാരണം അവർക്ക് നോക്കുമ്പോൾ വലിയ ആളുകളൊക്കെ വലിക്കുന്ന അവ ഇട്ടുകൊണ്ട് പോയി സിഗരറ്റിന്റെ കുറ്റിയാ. ഇവനെടുത്ത് എന്റെ കണ്ണിൽ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം കാണിച്ചു. കാരണം പിശാചിന്റെ പ്രവൃത്തി അതാ. മനുഷ്യവർഗത്തെ മുഴുവൻ മുടിച്ചു കളയുവാനാണ് പിശാചിന്റെ തന്ത്രം. ഇവൻ അറുപ്പാനും മുടിപ്പാനും കൊല്ലുവാനും വരുന്നു. കാരണം അവന്റെ രാജ്യത്തിൽ ആള് വേണം. പിശാചിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ നരകമാണ്. അവനാ അതിന്റെ അധിപതി. അവിടത്തേക്ക് ആള് ശേഖരിക്കുവാൻ ഇപ്പൊ ആള് പിടുത്തക്കാരായിട്ട് ഭൂമിയിൽ ഇറങ്ങിയിരിക്കുക. അലർന്ന സിംഹം പോലെ ആരെ പിടിക്കേണ്ടു അല്ലെങ്കിൽ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ഊടാടി നടക്കുക. ഇങ്ങനെ വളഞ്ഞു നടക്കുക. എവിടെ അല്പം ഒരു സൗകര്യമുണ്ടോ തീർച്ചയായിട്ടും നമ്മെ പിടിച്ച് അവൻ കൊണ്ടുപോയിരിക്കും. ഇത് പിശാചിന്റെ വഴി ഭയാനകമാണ്. ഏത് നിമിഷവും ഏതു നേരത്തും നീതി വേണ്ട ദൂതരുണ്ട് കാത്തുകൊള്ളുവാൻ. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും. നീതി വേണ്ട ദൂതരുണ്ട് കാത്തുകൊള്ളുവാൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ആശയിച്ചയൊക്കവേ അടക്കിയോടുകിൽ ആശ വെച്ച പന്തയം പൊരുൾ ലഭിച്ചിടും. ആശയിച്ചയൊക്കവേ അടക്കിയോടുകിൽ ആശ വെച്ച പന്തയം പൊരുൾ ലഭിച്ചിടും. ഭാരഭാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരഭാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം.
ആഴത്തിലോടുന്നോരനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്നൊരേകൻ മാത്രമല്ലയോ. ഭാരഭാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരഭാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടമോടുവാൻ അനേകർ മുൻവന്നെങ്കിലോ ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നുപോൽ. ഓട്ടമോടുവാൻ അനേകർ മുൻവന്നെങ്കിലോ ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നുപോൽ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. മുന്നിലുള്ളതൊക്കെയും മറന്നുപോയിടാം. മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. പിന്നിലുള്ളതൊക്കെയും മറന്നുപോയിടാം. മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. ഭാരഭാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരഭാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടം തീരുന്നാൾ സമീപമായി കാഹളം കേട്ടിടാൻ സമയമായി വേരമോടിടാം. ഓട്ടം തീരുന്നാൾ സമീപമായി കാഹളം കേട്ടിടാൻ സമയമായി വേഗമോടിടാം. ഭാരഭാവം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. 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 ആമേൻ. ഹല്ലേലൂയ. ഭാരവും പാപവും തള്ളി നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന അവസ്ഥകളുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഭാരം ചുമക്കുന്നവർ അധ്വാനിക്കുന്നവരും എന്റെ പക്കൽ വരുന്നു. നിങ്ങളുടെ ഭാരം എന്താ? അയ്യോ, നാളെ റേഷൻ വാങ്ങിക്കാൻ പൈസയില്ല, അവൻ വീട് ചോരുന്നു, ഓല കെട്ടാൻ പൈസയില്ല, ഇതാണ് നിന്റെ ഭാരം. ഇത്രേ ഉള്ളോ? ആമേൻ. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അനുഭവത്തിന്റെ വിളിച്ചതിലെ അവരെ നമ്മുടെ സകല ചിന്താഭാരവും അവന്റെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണ്. നമ്മുടെ അവസ്ഥകൾക്ക് വേണ്ടി, നമ്മുടേതായ ധാർമ്മിക ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് യേശുക്രിസ്തു എന്ന് പറയാൻ എത്ര പേര് വിശ്വസിക്കും? ഹല്ലേലൂയ. കാരണം അവൻ നമ്മെ സൃഷ്ടിച്ചു, നാം അവനുള്ളവർ. ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ അറിയാം. നമുക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, ആരോഗ്യം വേണം, സമാധാനം വേണം. ഈ 5 വൻകാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇത് തരുവാൻ ബാധ്യസ്ഥനായ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, കർത്താവായ യേശു. ഹല്ലേലൂയ. 5 അപ്പവും 2 മീനും പയ്യന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് എന്താ പ്രയോജനം? ഒരാൾക്ക് പോലും തിന്നാൻ വരത്തില്ല. പക്ഷെ അത് സൃഷ്ടികർത്താവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ സകലരും ഭക്ഷിച്ച് തൃപ്തരാകുവാൻ. ഹല്ലേലൂയ. ഇതാണ് നമ്മുടേതായ പരിമിതമായ കഴിവുകളെ, അവസ്ഥകളെ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ. ഇത് പലരും പറയാറുണ്ട്, പാസ്റ്ററെ 4 അരി ഉണ്ടായിരുന്നില്ല, 12 പേര് വന്നു വീട്ടിൽ 4 അരി ഉണ്ടായിരുന്നു. ഞാൻ മുട്ടിനോട് കർത്താവെ 4 അരി, അത് ഞാൻ വെള്ളത്തിൽ ഇടുന്നു. കർത്താവെ കലം നിറഞ്ഞ് ചോറണം. 10-12 പേര് ദൈവാസം വരെ വന്നിട്ടുണ്ട്. അവരെ പൊത്തി വെച്ചിട്ട് പ്രാർത്ഥിച്ച് മുട്ടിന്മേലിന്ന് പ്രാർത്ഥിച്ചു. അത് വേറെ നിവർത്തില്ല. ചോറ് കൊടുക്കണം, ഇച്ചിരി കറിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ 4 അരിയേ ഉള്ളൂ. എന്നോട് പറഞ്ഞതാ കേൾക്കാൻ സാക്ഷ്യങ്ങളാണ്. ചോറ് വന്ന് വാരി വടിച്ചു കഴിഞ്ഞപ്പോൾ 12 പേർക്ക് ഉണ്ടാകുന്നതായ സമൃദ്ധമായ ചോറുണ്ടായിരുന്നു. ഞങ്ങളിത് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ അരി വയ്ക്കുമ്പോഴൊക്കെ ഞങ്ങൾക്കൊരു
ഒരു അളവുണ്ട് ഞായറാഴ്ചയുള്ള ആമേൻ സ്നേഹവിരുന്നിന്. 25 പേര് വന്നാലും 50 പേര് വന്നാലും ഇനി അതിലധികം വന്നാലും ഈ ചോറ് തികയുന്നു എന്നുള്ളത് ഇന്ന് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സത്യമാണ്. Praise the Lord. Hallelujah. കഴിഞ്ഞ ആഴ്ച കൃത്യമായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവസാനമാണ് ഭക്ഷണം കഴിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു ചോറ്, അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു ചോറ് തീർന്നു, ബ്രെഡ് ഉണ്ട്. ഞാൻ പറഞ്ഞു വിശപ്പില്ലാത്തതുകൊണ്ട്, വിശപ്പ് തീർന്നതുകൊണ്ട് തന്നെ ചോദിച്ചത്, കാരണം ദൈവം അത്രത്തോളം തൃപ്തിയാക്കി തന്നു. ഹല്ലേലൂയ. ആളുകൾ ആരും വരാതിരുന്നാല് ആ ചോറ് തന്നെ അടുത്ത ദിവസം ചോദിക്കും, കാരണം ആരും വന്നില്ലല്ലോ. ദൈവമക്കളെ, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. യേശുവേ, ഞങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ അപ്പാ, ഇതാ ഈ അരി ഞാൻ പാത്രത്തിലിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നും ജീവനുള്ള ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുവാൻ ദൈവമേ നീ ശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ദൈവമക്കളെ, ഈ അന്ത്യകാലം ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾ അതിനുള്ളൊരു ഒരു വിനിയോഗം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടത്തുന്നില്ല. ദൈവം എന്നോട് പറയുന്ന കാര്യങ്ങളാണ്. ഏത് വിഷയത്തിൽ എന്റെ മകൾ SSLC പാസ്സാകണം കർത്താവേ, അവൾക്ക് പരിമിതമായ അറിവുകൾ പാസ്സായേ മതിയാവും. നീ അവളുടെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കണം. അവൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രേഷ്ഠമായ ഉത്തരങ്ങൾ എഴുതണമെന്ന് നിങ്ങളൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കി. യേശുവിനോട് മാത്രം. പിന്നെ മറിയയും കൂടെ ചേർത്ത് വെച്ചാൽ നടക്കത്തില്ല, അന്തോനിയാരുടെ കൂടെ പറഞ്ഞാൽ നടക്കത്തില്ല. മറ്റൊരുത്തും രക്ഷയില്ലെന്നേ തിരുവചനം പറയുന്നത്. മറ്റൊരുത്തും രക്ഷയില്ല. രക്ഷ പ്രാപിപ്പാൻ, ഈ രക്ഷ പ്രാപിക്കാന്ന് പറഞ്ഞാൽ കാര്യം നട നമ്മൾ ഈ ലോകത്ത് ജീവിക്കണ്ടേ. ആമേൻ. കർത്താവിനോട് മാത്രം. കർത്താവേ, ഞങ്ങൾ മറ്റൊരുത്തനോട് പറയുന്നില്ല. കർത്താവിനോട് പറഞ്ഞു, എന്റെ കുഞ്ഞ് ഇത്തവണ നല്ല അവസ്ഥയിൽ പരീക്ഷ പാസ്സാകണം. അതിലേക്ക് വേണ്ടി ദൈവത്തിന്റെ കരം, അവളുടെ കരം പിടിച്ചെഴുതണം. തിരുവചനം, ഞാൻ നിന്റെ കരങ്ങളെ ശക്തമാക്കുന്നുവെന്ന് തിരുവചനമുണ്ട്. അവൻ നമ്മുടെ വിരലുകളെ പോരിന് അഭ്യസിപ്പിക്കുന്നു. വചനമുണ്ട്. കർത്താവേ, എന്റെ മകളുടെ അല്ലെങ്കിൽ മകന്റെ കരങ്ങളെ ഈ പരീക്ഷ എന്ന പോരിൽ നീ അഭ്യസിപ്പിക്കാൻ ശക്തനാണ്, പ്രവർത്തിക്കണം. മോള് പരീക്ഷ എഴുതി ചോദിച്ചു, മോളെ എങ്ങനെയുണ്ട്? അപ്പച്ച നല്ല എളുപ്പമായിരുന്നു. കാരണം ഞാൻ പഠിച്ചത് തന്നെ വന്ന് നല്ല മാർക്ക് കിട്ടും. കാരണം തന്നെ ദൈവം അവിടെ പ്രവർത്തിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവം. വിശ്വാസം വേണം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. നമുക്ക് സാഹചര്യങ്ങളെ അനുകൂലമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. അതാ കർത്താവ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഉണ്ടായാ പോയി. അപ്പൊ എല്ലാ ദൈവങ്ങളുടെ കൂട്ടത്തിൽ നയിക്കുന്ന ഒരു ദൈവമല്ല യേശു ക്രിസ്തു. ഇവിടെ കത്തോലിക്കർ സംഭവിച്ചിരിക്കുന്നതായ അപകടം ഇതാണ്. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, പുണ്യവാന്മാരെ ഞങ്ങൾക്ക് വേണ്ടി. എന്തിനാ ഈ വല്ലവരെയും കൂട്ടുപിടിക്കേണ്ടതായിരുന്നു? നിനക്ക് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ അതിനെ കിട്ടത്തില്ല. യേശു ആരാ? അപ്പൻ. എന്റെ അപ്പനോടൊരു കാര്യം ചോദിക്കാനായിട്ട് ഞാൻ അയൽവക്കാരോട് എന്റെ അപ്പനോട് കാര്യം നടപ്പുള്ള കാര്യമാണ്. യാചിപ്പൻ നിങ്ങൾക്ക് ലഭിക്കും. മറ്റാരെയും റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യം. അത് മറിയയ്ക്ക് നല്ലവണ്ണം മനസ്സിലായി. മറിയ അതുകൊണ്ടാണ് കാനായിലെ കല്യാണത്തിന് ആ വേലക്കാരോട് പറഞ്ഞത്, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇത് അവനോട് ചോദിക്കും. ആ വേലക്കാരി എന്ന് പറഞ്ഞു, വീഞ്ഞ് തീർന്നു പോയി. ശരി, 6 കൽപ്പാത്തിന് വെള്ളം നിറയ്ക്കുന്നു. ഇന്നും അത് പ്രാവർത്തികമാണ് കുഞ്ഞുങ്ങളെ. നമ്മുടെ ജീവിതാവസ്ഥകൾ, നമുക്ക് ഭക്ഷണത്തിന് ദൗർലഭ്യമുണ്ടോ? വസ്ത്രത്തിന് ദൗർലഭ്യമുണ്ടോ? ഏത് സാഹചര്യത്തിലെ ദൗർലഭ്യത്തിനും പൂർണ്ണത വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നിങ്ങൾ വിശ്വസിക്കുക. അത് മനസ്സിലാക്കിയപ്പോൾ